يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അവരോട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ആദമേ, ഈ കാണുന്ന സ്വർഗ്ഗത്തിൽ കിടന്ന് എന്ത് വേണമെങ്കിലും തിന്നോ, എന്ത് വേണമെങ്കിലും കുടിച്ചോ, എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ, നീയും നിന്റെ ഭാര്യയും ഈ സ്വർഗ്ഗം മുഴുവനും ആസ്വദിച്ചുകൊണ്ട് നടന്നോ. പക്ഷേ ലാ തഖറബാ ഹാദിഹി ശജറ, ആ കാണുന്ന ഒരേ ഒരു മരമുണ്ടല്ലോ ആദമേ, ഒരേ ഒരു മരമുണ്ടല്ലോ, അതിന്റെ അടുക്കൽ പോകല്ലേ, അതിന്റെ പഴങ്ങൾ മാത്രം നീ തിന്നല്ലേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം നമ്മുടെ വാപ്പയും ഉമ്മയും അല്ലാഹു കടിക്കരുതെന്ന് പറഞ്ഞ മരത്തിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ടതിന്റെ പഴം കടിച്ചപ്പോ അല്ലാഹു രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാ. അതാ ചരിത്രം പറയുന്ന ഉടുതുണി പോലും കൊടുത്തില്ല അല്ലാഹുവേ, സ്വർഗ വസ്ത്രം പോലും കൊടുത്തില്ല. ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയാ. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാ ഇറങ്ങി വരുന്നത്. നിറകണ്ണുകളോട് പടച്ചവനെ ജനിച്ചു വളർന്ന തന്റെ കുടുംബ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നതെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാ, ഇതിലേക്കൊരു മടക്കമില്ലേ പടച്ചവനെ? ഇനി എങ്ങനെയാ പടച്ചവന് ഈ സ്വർഗത്തിലേക്ക് മടങ്ങി വരുന്നത്? എങ്ങനെയാണ്? വല്ല വഴിയുമുണ്ടോ പടച്ചവന് എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ആദം നബി അല്ലാഹുവിനോട് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ഈ പാതിരാത്രി വഅലിന്റെ സദസ്സിൽ കടന്നു വന്ന പടച്ചവനെ, ഒരു മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം എന്തെന്നറിയുമോ? വഅല് കേൾക്കലല്ല, വഅല് പറയുന്നത്, ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ അഭിലാഷം എന്തെന്നറിയുമോ? നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഖുർആൻ ഓതിയാലും ദിക്റുകൾ പറഞ്ഞാൽ, ഒരു രൂപ പാപപ്പെട്ടവന് കൊടുത്താൽ, ഒരു മണിക്കൂർ ഈ വഅലിന്റെ സദസ്സിലിരുന്നാൽ, ഇവിടെ ഇരിക്കുന്നതിന് പകരം ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, പടച്ച റബ്ബേ, സ്വർഗ്ഗം തരണേ അല്ലാ, ഇതിന് പകരം സ്വർഗ്ഗം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ, സ്വർഗ്ഗം തരണേ തമ്പുരാനെ, സ്വർഗ്ഗം തരണേ തമ്പുരാനെ. എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പടച്ചവനോട് ദുആ ചെയ്യുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അമലുകൾ കൊണ്ട് നമുക്കതിലേക്ക് കടക്കാൻ കഴിയില്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ അമലുകൾ കൊണ്ട്, എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിസ്കരിച്ച ഏതോ ഒരു വഖത്ത് നമസ്കാരം ഒരു 10 വയസ്സ് മുതൽ 50ഉം 60ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പമാരി സദസ്സിലിരിപ്പുണ്ടല്ലോ. ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവനല്ലേ വാപ്പ, ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവരാ. ഈ 50 കൊല്ലം നിസ്കരിച്ചതിന്റെ നിസ്കാരത്തിൽ ഒരു വഖത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാ. ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഉസ്താദേ, ഇന്ന ദിവസത്തെ നിസ്കാരമുണ്ടല്ലോ, സ്വന്തം ഉമ്മയുടെ മയ്യത്ത് ഇവിടുത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാ പള്ളിക്കകത്തെ ളുഹർ നമസ്കാരം നടക്കുന്നത്. ആ നടക്കുന്ന ളുഹർ നമസ്കാരത്തിൽ ഉമ്മയുടെ ശരീരം കൊണ്ട് മനസ്സില്ല മനസ്സോട് കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോട് പള്ളിക്കകത്ത് കയറികറ്റ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച ആ 4 റക്അത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഈമാൻ നമുക്കുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ ചിലപ്പോൾ കഴിയില്ല. സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിസ്കരിച്ച ഏതെങ്കിലും ഒരു വഖത്ത് അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ഈമാൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരെ? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും? ഉസ്താദെ, ഇന്ന ദിവസം ഞാൻ നിസ്കരിച്ച ഒരു വഖത്ത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. കാരണം കഴിയില്ല മനുഷ്യന്മാരെ. നമ്മുടെ നീയത്ത് എന്താന്ന് അള്ളാഹിക്കില്ല അറിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ മുന്നിലെത്തണമെങ്കിൽ 7 കവാടങ്ങളിലും ഓരോ മലക്കുണ്ട്. അവരങ്ങോട്ട് ഈ സുബ്ഹാനല്ലാഹ് അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യും. ഒരു കവാടത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യും. വിജയിച്ച 2, 3, 4, 5, 6, 7 ആകാശത്തിലും മലക്കുകൾ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ 2 പ്രാവശ്യം വീണ്ടും 2 മലക്കുകൾ ടെസ്റ്റ് ചെയ്യും. അവസാനം 10ാമതേ അള്ളാഹുവിന്റെ മുന്നിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഞാനൊരു സുബ്ഹാനല്ലാഹ് എത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെയൊക്കെ മലകൾ മുഴുവനും 1-ാം ആകാശത്തിൽ ചെല്ലുമ്പോഴേ മലക്കെടുത്ത് മുഖത്തേക്ക് എറിയ ആർക്ക് വേണ്ടടാ? നിന്റെ അമൽ ആർക്ക് വേണം? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയണമെന്നില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും തരാന്ന് പറഞ്ഞാലെങ്കിലും വേടിക്കണ്ടേ? എന്ത് പെണ്ണുമ്പിള്ള എടുത്ത് പിണങ്ങിയിരിക്കണവരിക്കണത്? ഒരു മനുഷ്യൻ പറയാ സ്വർഗം ഞാൻ തരാന്ന് പറഞ്ഞാ വേടിക്കണോ ഇല്ലേ? നേരെ ഇരുന്നേ, എല്ലാരും നേരെ ഇരുന്നേ. ഇതിലെ ഗർഭിണി പെണ്ണ് പ്രസവിക്കാതിരിക്കണവരിക്കുന്നത് നേരെ ഇരിക്കുക. ഇത് കണ്ടാൽ തന്നെ സ്വർഗം പറയാൻ തോന്നില്ല. ഒരാള് പറയാ ഞാൻ സ്വർഗം തരാം, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അപ്പൊ വേടിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കു പറയട്ടെ. ആരാ നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞേ? ആരാ സ്വർഗം തരാമെന്ന് പറഞ്ഞേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആർക്കാ സ്വർഗം വേണ്ടത്? നിങ്ങളിൽ ആർക്കാണ് സ്വർഗം വേണ്ടത്? സ്വർഗം ഞാൻ തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. നമ്മുടെ തറവാട്ടിലേക്ക് കടന്നു പോകാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വഴി പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്നതിന്റെ കുടിലിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനതാ അള്ളാഹുവേ തഹജ്ജുദിന്റെ സമയമെത്തിയപ്പോ രാത്രി നിസ്കരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. പ്രവാചകൻ പടച്ചവനെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. ഉളുവെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. അല്ലാഹുവേ, വല്ലാത്ത തണുപ്പാണ്. ശരീരം അല്ലാഹുവേ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലൊരു ചിന്ത വന്നു, പച്ചവെള്ളത്തിൽ ഒതുവെടുക്കാൻ കഴിയില്ലല്ലോ പടച്ചവരെ, വല്ലാത്ത തണുപ്പാണല്ലോ. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കാമായിരുന്നല്ല പടച്ചവരെ. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമാകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുമ്പോ അതാ ഒരു സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടിലിന്റെ മുന്നിൽ പാതിരാത്രി ഒരു ചെറുപ്പക്കാരെ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയേ ചൂടുവെള്ളം. ഒരു പാത്രത്തിലെ പാതിരാത്രി ചൂടുവെള്ളം കൊണ്ട് വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ, എന്നോടെന്ത് സ്നേഹമാ അല്ലാഹ്, ഈ ചെറുപ്പക്കാരന് എന്നോടെന്ത് സ്നേഹമാണ്. ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ മക്കാര് മുഴുവനും കടന്നുറങ്ങുമ്പോ, ഈ നാട്ടുകാര് മുഴുവനും കടന്നുറങ്ങുമ്പോ എന്നെയും കാത്തു വെള്ളവും കൊണ്ട് വീടിന്റെ വെളിയിൽ കാത്തു നിന്ന ചെറുപ്പക്കാരൻ ഇവൻ എന്ത് കൊടുക്കാനാ പടച്ചവരെ? ഈ സ്നേഹത്തിന് എന്താണ് ഞാൻ പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാ. ആരെന്നറിയുമോ? മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു. മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്.
അള്ളാന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, റബിയ, എന്ത് വേണമെങ്കിലും ചോദിക്കടാ പൊന്നുമോനെ, ഇന്ന് നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. നിനക്കെന്തേ വേണ്ടത്? നിനക്കെന്തേ വേണ്ടത്? ഇന്നെന്നോട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുമ്പോ മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്തേ ചോദിച്ചതെന്നറിയുമോ? എന്തേ ചോദിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. നാളെ അങ്ങയുടെ കൂടെ, നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ, എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ. ആരാ ചോദിച്ചതെന്നറിയുമോ? ആരാണ് റബിയ എന്നറിയുമോ? മസ്ജിദുൻ നബവിയുടെ വെളിയിൽ കിടക്കുന്ന സഹാബിയാ. ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി വസ്ത്രമില്ല. പടച്ചറപ്പ്, ആരെങ്കിലും ഒരു ദിവസത്തിൽ അല്ലാഹുവേ 3 നേരം പോയിട്ട് 1 നേരം പോലും ഭക്ഷണം കഴിക്കാറില്ലാത്തവരാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താലോ, ഏതെങ്കിലും ഒരു സഹാബി ഭക്ഷണം കൊണ്ട് കൊടുത്താലേ തിന്നാനുള്ളൂ. ഈ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അവിടെ നിന്ന് പറയുന്നു, നബിയേ, എനിക്ക് പണം വേണ്ട നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് ഭക്ഷണം വേണ്ട നബിയേ, എനിക്ക് കേറി കിടക്കാൻ വീട് വേണ്ട നബിയേ, എനിക്കെന്തേ വേണ്ടതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. റസൂൽ പറയുകയാണ്, ഇൽമനുലി സിത്തം മിൻ അൻഫുസികും അൽമനു ലകുമുൽ ജന്നാ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പാതിരാത്രി അല്ലാഹുവിന്റെ റസൂൽ ഉളുവെടുക്കാൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ആ തണുപ്പുള്ള രാത്രിയിൽ കയ്യിൽ വെള്ളവും വെച്ചുകൊണ്ടൊരു അനുചരൻ നിൽക്കുക, ഒരു ചെറുപ്പക്കാരൻ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പ്രശ്നം എന്ത് സ്നേഹമല്ല, എന്നോട് എന്ത് സ്നേഹമായി ചെറുപ്പക്കാരൻ. മോനെ എന്ത് വേണോടാ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിക്കി തരാം. അങ്ങനെ ചില അവസരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ, എനിക്കൊന്നും വേണ്ട, സ്വർഗം മതി. നാളെ ഇതുപോലെ സ്വർഗത്തിൽ ഇരിക്കണം നബി, ഇതുപോലെ അടുത്ത് നാളെ സ്വർഗത്തിൽ ഇരിക്കണം, എനിക്ക് സ്വർഗം വേണം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തരാം, എന്നെ സഹായിച്ചാൽ നിനക്ക് സ്വർഗം തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗം വേണോ? ആർക്കെങ്കിലും സ്വർഗം വേണോ? 6 കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ച അവന് സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്കത് വാങ്ങാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒന്ന് പരിശ്രമിച്ചൂടെ? ഒന്ന് പരിശ്രമിച്ചൂടെ മനുഷ്യന്മാരെ? 6 കാര്യം ഞാൻ പറഞ്ഞു തരാം. നിസ്സാരമാണ്, തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിസ്സാരമായി തെള്ളിക്കളയുന്ന ചില കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചൂടെ? സൂക്ഷിച്ചൂടെ? അയ്യോ, സൂക്ഷിച്ചൂടെ? ഒന്ന് പറ മനുഷ്യന്മാരെ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. അല്ലാഹുവേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. ഇനി പറ ഇൻഷാ അല്ലാഹ്. പോരാ, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാണ്. മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്ന് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെ അറിയാൻ പറ്റും? ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ കഴിയും? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാർ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ കഴിയും? കഴിയുമോ? ഇല്ലേ? നിങ്ങളോടാ ചോദ്യം. നിങ്ങൾ ഇരിപ്പ് കണ്ട ഞാനെന്തോ. നിങ്ങൾക്കൊക്കെ പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടോ? ഇല്ലേ? ഇല്ല എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈവക്കില്ലേ? ഉണ്ടെന്ന അഭിപ്രായമുള്ളവർ കൈവക്കില്ലേ? എന്താ ഒന്നില്ലേ? രണ്ടിന്റെ ഇടയിലൊരു വിഭാഗം. എന്താ ഉണ്ടില്ലാത്ത വിഭാഗം ഇല്ലേ? ശരി. എങ്കിലൊരു മനുഷ്യന്റെ മരണം അടുത്തോ ഇല്ലയോ, സമയമായോ ഇല്ലയോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
എനിക്കും നിങ്ങൾക്കും പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ എന്നറിയാം. 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കണോ? മരണത്തിന്റെ അടയാളങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവൊക്കെ അപ്പൊ അറിയാലോ. കൈ പൊക്കണ്ടടാ അനിയ. അസ്രായേൽ വീടിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കും, മോനെ റൂഹ് പിടിക്കാൻ വന്നതാ, പേടിയാണോ? അതേ അസ്രായേലെ പേടിയാ. തിരിച്ചു പോകോ? ഒരൊറ്റ സെക്കൻഡ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിംഗ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാം, യഅ്കൂബ് നബി ഇസ്രായേൽ പറഞ്ഞു കൊടുത്ത അടയാളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിശദീകരിച്ചു തരികയാ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്ന ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളും പടച്ചവനെ ഇന്ന് വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. ഇന്ന് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട് തുറന്നിട്ട് നേരെ നീ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. തലയിലിട്ടിരിക്കുന്ന കർച്ചീഫ് ഒന്ന് മാറ്റണേ, തലയിലിട്ടിരിക്കുന്ന തൊപ്പിയൊന്ന് അടിക്കണേ, തലയിലിട്ടിരിക്കുന്ന ഷാളൊന്ന് മാറ്റണേ. എന്നിട്ട് കണ്ണാടിയിലേക്ക് നിന്റെ മുഖം നല്ലതുപോലെ നോക്കണേ. ബയാലു ശൈരിക ബഅദ സവാദിഹി, നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്ങാനും ഒരു വെളുത്ത രോമം കണ്ട പോകാ സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തലയിലെയും താടിയിലെയും രോമത്തെ ഒന്ന് നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കണ്ടാ വാപ്പച്ചി സമയമായി, തയ്യാറെടുത്തോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളം. മുടി നരയ്ക്കുന്നത് അല്ലേ? മുടി നരച്ചു കഴിയുമ്പോ ഭാര്യ പറയും, പിഴുതു കളഞ്ഞേക്ക, വെട്ടണ്ട, പിഴുതു കളയ. മറ്റു ചിലര് കളറടിക്ക, പിന്നെ ചിലര് ക്ലീൻ ഷേവാ. എന്തേ കിളവാന്ന് വിളിക്കൂലേ? ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്നവർ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളം. 2, ഉസ്താദേ എന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല എന്ന് സന്തോഷിക്കുന്നവനെ 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ അല്ലേ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP ഇങ്ങനെ എണ്ണാനാണെങ്കിൽ എണ്ണാൻ മാത്രമേ ഉള്ളൂ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. രാത്രി ചോറ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച്, ചോറ് തിന്നതിന് ശേഷം കുറച്ച്, ഇങ്ങനെ കയ്യിലിട്ടിട്ട് തിന്ന, അത് മരണത്തിന്റെ അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ, എല്ലായിടത്തും വേദന, ജോയിന്റുകൾക്കൊക്കെ വേദന. പള്ളിയിൽ പോയിട്ട് കസേരയിലായിരുന്നു നിസ്കരിക്കണം, സുജൂദ് ചെയ്യാൻ വയ്യ ഉസ്താദേ അല്ലേ? അല്ലാഹുവേ, നെഞ്ച് വിരിച്ച് നടന്ന മനുഷ്യനായി ഇപ്പൊ ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി. ഇത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നും നിന്നാ വഴുതു പറയണേ, ഇന്നിരുന്ന് കാലിനൊക്കെ വല്ലാത്ത വേദന. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളിൽ 98% ആൾക്കാർക്കും ഈ പറഞ്ഞ 3 അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ട്. നന്നാകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നന്നാകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. ചില ചെറുപ്പക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിരിക്കണം, 3 ഇല്ല ഉസ്താദ്, എനിക്ക് 3 ഇല്ല. മോനെ, ചിലപ്പോ ഇത് 3 വേണ്ടടാ, ഒറ്റയടിക്ക് പൊക്കളയും. ചിലപ്പോ ഈ 3 വേണ്ട, മുടിയും നരക്കണ്ട, രോഗവും വേണ്ട, വേദനയും വേണ്ട. രാവിലെ വാപ്പാനോട് സലാം പറഞ്ഞിട്ട് ഇറങ്ങിയതാ, വെട്ടി കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക്, തറവാട്ടിലേക്ക് മടങ്ങും പോകാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മഹാനായ റളിയല്ലാഹു തആല അൻഹു ആ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത പരലോകമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പിറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കയ്യും കണ്ണും കാലുമല്ല നമുക്കെതിരായി സാക്ഷി പറയുന്ന ദിവസമുണ്ടല്ലോ. യാ റസൂലല്ലാഹ്,
അങ്ങയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസുവാകാൻ എനിക്ക് വല്ലാത്ത മോഹമുണ്ട് നബിയേ. ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തിലേക്ക് തറവാട്ടിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഒരു എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. ഒന്ന് റബിയാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള എളുപ്പവഴിയിൽ ഒന്നാമത്തെ വഴി അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബ സംസാരിച്ചാൽ കള്ളം പറയല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സംസാരിച്ചാൽ കള്ളം പറയാൻ പാടില്ല. ഉസ്താദെ കള്ളു കുടിക്കരുതെന്ന് പറയാൻ പറ്റും, വ്യഭിചരിക്കരുതെന്ന് പറയാൻ പറ്റും, പലിശ തിന്നരുതെന്ന് പറയാൻ പറയാം, പക്ഷെ കള്ളം പറയാതിരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയില്ല. ഇന്നത്തെ ദിവസം എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാകും? ഇന്നത്തെ ദിവസം അത് ചിലര് ഫാഷനായി മാറി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കള്ളം പറയുന്നത് നിസ്സാരമായി മാറി. അത് ചെറിയ തെറ്റല്ല, അത് ചെറിയ പാപമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വാപ്പ സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, വാപ്പാ എന്തിനാ ഉപ്പാ കരയുന്നത്? എന്തിനാ ഉപ്പാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഫാത്തിമ ഇന്നലെ നരകം കണ്ട മോളെ, ഇന്നലെ നരകം കണ്ട മോളെ. നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ കണ്ടു. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവരുടെ തല പന്നിയുടെ തല പോലെ ഇരിക്കുകയാ ഫാത്തിമ. അവരുടെ തല പന്നിയുടെ തല പോലെയാ, അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയാ. അവര് നരകത്തിൽ കിടന്ന് വിളിച്ചു പോകുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ വാപ്പാ, ആരാ വാപ്പാ? പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ഈ വൃത്തികെട്ടവരാരാണ്? അവർക്ക് ഈ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്താണ്? അവരെന്ത് തെറ്റേ ചെയ്തതെന്ന് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ അത് സംസാരിച്ചാൽ കള്ളം പറയുന്നവരാണ്, അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കിതൊക്കെ നിസ്സാരവാ, ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഓരോ വാപ്പമാര് പടച്ചോനെ നടക്കാൻ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേച്ച് നടന്നു പള്ളിയിൽ പോകും, നിസ്കരിക്കാൻ കയറും. അസറിന് പള്ളിയിൽ പോയാൽ പിന്നെ ഇശ കഴിഞ്ഞേ വരത്തുള്ളൂ. അസർ നമസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ പിന്നെ ഇശ കഴിഞ്ഞ വരത്തുള്ളൂ. പക്ഷേ ഇശ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം മുഴുവനും ഒന്നീ പള്ളിയിലെ ഇമാമിനായിരിക്കും, അല്ലെങ്കിൽ മുക്രിക്കായിരിക്കും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർക്കായിരിക്കും. ആർക്കെങ്കിലും വിഹിതം വെച്ച് കൊടുത്തിട്ടേ പള്ളിയുടെ ഗേറ്റ് ഇറങ്ങത്തുള്ളൂ. അള്ളാഹു നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടി ഇറങ്ങി ഇരുന്ന് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആർക്കെങ്കിലും കൊടുക്കും. അള്ളാഹു ഈമാൻ നിനക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല വിഷയത്തിലില്ല, അങ്ങനെ തന്നെ ചില ആൾക്കാരുണ്ട്. ഇപ്പൊ കല്യാണം മുടക്കികളുടെ ഒക്കെ കാലമാണല്ലോ. എല്ലാം പറഞ്ഞിട്ട് പറയണ അവസാനത്തൊരു വാക്കുണ്ട്, ഒരൊറ്റ വെട്ടിന് കൊന്നേക്കാൻ തോന്നുന്നത് കേൾക്കുമ്പോ. ഇവിടെ നമ്മുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോയി. ഇവിടെയൊക്കെ ഈ കല്യാണം മുടക്കലൊക്കെ ഉണ്ടാവും. അപ്പൊ ധാരാളം ഉണ്ടില്ലേ? നല്ല കാര്യ, നല്ല കാര്യ, കുഴപ്പമൊന്നുമില്ല. നീ നല്ല കാര്യം. അള്ളാഹു ഇവർക്കൊക്കെ അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധൈര്യമായിട്ട് അങ്ങോട്ട് ദുആ ചെയ്തേക്കണം, ശത്രുവിന് വേണ്ടി ദുആ ചെയ്തേക്കണം. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അടിക്കുന്ന പയ്യനാ, ഡ്രൈവറാ. അവൻ ഒരു പെണ്ണിനെ കണ്ടു, പോയി കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ ഈ പയ്യനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ മതി. ആദ്യം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഒരു ബേക്കറി കണ്ടു, നേരെ അവിടെ കയറി. 5 നേരം നിസ്കരിക്കാൻ വരുന്നൊരു വാപ്പയുടെ കടയാ. ഈ മനുഷ്യൻ അവിടെ കയറിയിട്ട് ചോദിച്ചു, നിന്നെ ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവറാണ്, എന്താ അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? ഈ വാപ്പ പറഞ്ഞ മറുപടി, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. കള്ളും കുടിച്ചു കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചോണ്ട് വന്ന് ഈ കടയും തല്ലിപ്പൊട്ടിച്ച് എന്നെ കടിക്കരുത്. എനിക്കൊന്നും അറിയില്ല, വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ. ഇത് പറഞ്ഞ് അവൻ കള്ളുകുടിയും അവന്റെ കൂട്ടുകാരി കഞ്ചാവടിക്കുന്നവൻ വീട് കയറി അടിക്കുന്നവൻ. ഇത്രയും പറഞ്ഞിട്ടാ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ.
എന്റെ പ്രിയമുള്ളവരെ, ഇത് തന്നെ നമ്മുടെ മറുപടിയും. എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും, വല്ലവന്റെ പച്ചയിറച്ചി വേറെ ആരും നമുക്കൊന്നും പറഞ്ഞില്ല എന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. വാട്സപ്പിൽ വന്ന് വായിക്കോ നോക്കൂല. വാർത്ത കണ്ടതും തന്റെ മൊബൈലിൽ എത്ര ഗ്രൂപ്പുണ്ടോ ആ സർവ്വ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അതൊന്ന് വായിച്ചു നോക്കും. കാള പ്രസവിച്ചു. അപ്പോഴാ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കത്തില്ലല്ലോ, അതിനു മുമ്പേ മൊത്തം എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് 4 പേരോട് പറയാതെ ഒരു മനസ്സമാധാനം കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. പള്ളിയിലെ ഖത്തീബാണെങ്കിലും നാട്ടിലെ കള്ളുകുടിയനാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സമന്മാരാ. ആരും വഅദ് പറയുന്നവനാകട്ടെ, ഇൽമ പഠിച്ചവനാകട്ടെ, എല്ലാ മനുഷ്യരും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, അങ്ങനെയുള്ള വിഷയത്തിൽ തലയിടരുത്. ഉസ്താദെ, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഓം പറയുന്നത് കേട്ടതല്ലേ. കേട്ടാലും പറഞ്ഞവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പച്ചയിറച്ചി തിന്നുന്നവൻ വന്ന് അടുത്ത് നിന്നിട്ട് പള്ളിയിലെ ഇമാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ കേട്ടോണ്ട് നിന്നില്ലേ, അതും പാപമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഒരേ ഒരായത്ത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകും ഫാസിഖുൻ, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, അവന് നിസ്കാര തഴമ്പ് കാണാം, താടിക്ക് നീളമുള്ളവനാകാം, വഅദ് പറയുന്നവനാകാം, പടച്ചവനെ ഹജ്ജ് ചെയ്തവനാകാം, ഉംറ ചെയ്തവനാകാം, പള്ളി കെട്ടിക്കൊടുത്തവനാകാം, എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവളാകാം. ഇൻ ജാഅകും ഫാസിഖുൻ, അല്ലാഹുവേ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാപിയുണ്ടല്ലോ, അവൻ ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നാ നീ വിശ്വസിക്കല്ലേ. അതിന്റെ സത്യം എന്താണെന്നറിയാതെ നീ പറഞ്ഞു പരത്തിയിട്ട് ആ പാവപ്പെട്ടവനെ നാണം കെടുത്തല്ലേ. അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ കൈ വായിക്കകത്തിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്ക് ബോധ്യമുണ്ടാകണം, ഇന്നത് അത് ഉള്ളതാണ് എന്ന് ബോധ്യമാകാതെ നീ പറയരുത്. അങ്ങനെ ബോധ്യമായാലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും അത് പറയാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. അന്നിത്തിരി താമസിച്ചു വീട്ടിൽ പോകാൻ. അന്നൽപ്പം താമസിച്ചു വീട്ടിൽ പോകാൻ അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ഇരുട്ടത്ത് തലയിൽ തുണി ഇട്ടിട്ട് ഒരു മനുഷ്യൻ പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു നല്ല പോക്കല്ല. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല ചിന്തിച്ചു, റബ്ബേ, ഉമർ രാജ്യം ഭരിക്കുമ്പോൾ ഒരുത്തം പോകുന്നു, എന്നാ ഇവനൊന്ന് പിടിക്കണമല്ലോ. ഇവൻ ആരാ? പാതിരാത്രി പതുങ്ങി പോകുന്നല്ലോ, ഇവനെ ഒന്ന് പിടിക്കണം, ഉമറിന്റെ മുന്നിൽ കൊണ്ടുപോകണം. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി. എവിടാ പോകുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം പതുങ്ങി ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്ന ചുമ്മാ നടന്നാ മതി, ഓനെ പിടിച്ചത് എങ്ങനെ കെട്ടിട്ടിരിക്കും. എങ്കിൽ ആ മനുഷ്യൻ അല്ലാഹുവേ തലയിൽ തുണിയിട്ടിട്ട് നടന്നൊരു വീടിന്റെ മുന്നിൽ ചെന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി. പടച്ചവനെ പോയി നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ വീടിനകത്തേക്ക് കയറുക. അബൂ തൽഹ റളിയല്ലാഹു തആല നോക്കുമ്പോ വീടിന്റെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ ആ മനുഷ്യന്റെ മുഖം കണ്ടു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പാതിരാത്രിയിൽ തലയിൽ തുണിയിട്ടിട്ട് ഒരു വീട്ടിൽ കയറി പോകാം. ഇതിൽ കൂടുതൽ എന്തേ തെളിവ് വേണ്ടേ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും?
നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു പള്ളിയിലെ ഖത്തീബ് കാണുവാണെങ്കിൽ പെട്ടുപോയി. അള്ളാഹു ഇവിടുത്തെ ഉസ്താദ്മാരാരെന്നറിയില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേറി പോകുന്നേ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടിപ്പോയി. പടച്ചവൻ ആരാ അല്ലാഹ്? ഉമറിനെ മയക്കിയെടുത്ത പെണ്ണാരാ അല്ലാഹ്? പടച്ചവനെ വീടിന്റെ വെളിയിൽ പോയി കാത്തു നിന്നു. ഇറങ്ങി വരുമ്പോ ചോദിക്കാൻ എത്ര നേരം നിന്നിട്ട് ഇറങ്ങി വരുന്നില്ല. അവസാനം നിന്നും മടുത്തു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ച് കണ്ടുപിടിക്കാൻ ഇന്ന വീടാണെന്ന് അറിയണമല്ലോ. അടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നിട്ടുറക്കം വരുന്നില്ല. അങ്ങനെ അവസാനം ഉറങ്ങി. അല്ലാഹുവേ, സുബ്ഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ ആരാ ഇമാമത്ത് നിൽക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നലെ പാതിരാത്രി തലയിൽ തുണിയിട്ടിട്ട് അനുവാദം ചോദിക്കാതെ ഒരു പെണ്ണിന്റെ കൂരയ്ക്കകത്തേക്ക് കയറിപ്പോയ പരിസര പുറകിൽ നിന്ന് നമസ്കരിച്ചിട്ട് നമസ്കാരം ശരിയാകുന്നില്ല. മനസ്സിന് സമാധാനമില്ല, ചോദിക്കാൻ കഴിയില്ലല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം വീട്ടിയിട്ട് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുകയാ. അടയാളം വെച്ച വീട്ടിലേക്ക് കടന്നു പോവുകയാ. പാതിരാത്രി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറയുകയാ. അല്ലാഹുവേ, സലാം പറയുമ്പോ വീടിനകത്തിരുന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയതൊരു പെണ്ണാണ്. പടച്ചവനെ, പെണ്ണാണെന്ന് ബോധ്യമായി. എന്നിട്ടും അബൂ തൽഹ തിരിച്ചു പോയില്ല. സത്യം എന്താണെന്നറിയണമല്ലോ. അവസാനം അല്ലാഹുവേ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു കിളവി കിടക്കുകയാ. കണ്ണിന് കാഴ്ചയില്ല, ശരീരം മുഴുവനും എല്ലും ദൂരമായി. എഴുന്നേക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു പാവപ്പെട്ട ഉമ്മ കിടക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, ഉമ്മ, ഇന്നലെ ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, പാതിരാത്രി ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? അവിടുന്ന് പറയുന്നു, മോനെ, എല്ലാ ദിവസവും പാതിരാത്രി വരാറുണ്ട്, എന്നെ കുളിപ്പിക്കാറുണ്ട്, എന്റെ മൂത്രവും കാശവും വാരാറുണ്ട്. അവസാനം ഭക്ഷണം വെച്ചിട്ട് ആ പൊന്നുമോനവന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ടാ എനിക്ക് ഭക്ഷണം തരുന്നത്. ആ ഉമ്മയോട് അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, ഉമ്മ ആരാണെന്നറിയുമോ? ആ വരുന്ന മനുഷ്യനാരെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞു, മോനെ, എത്രയോ പ്രാവശ്യം ഞാൻ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമറേ, എനിക്ക് പൊരുത്തം തരുവോ ഉമറേ, എനിക്ക് പൊരുത്തം തരുവോ ഉമറേ? നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചു പോയി, നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചത്. എനിക്ക് പൊരുത്തം തരണേ, നിങ്ങളുടെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റൊരു കൂടപ്പുറപ്പിന്റെ പച്ചയിറച്ചി തിന്നുന്നവരോട് എത്ര തിന്നാലും മതി വരില്ല, എത്ര ഭക്ഷണം കഴിച്ചാലും മതി വരില്ല. മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവരുണ്ടല്ലോ, പാവപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് അവനൊരു നല്ല ജീവിതം കൊടുക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അല്ലാഹുവേ, പടച്ചവനെ, സ്വാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് നാടൻ കൊടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് ചെറിയ തെറ്റാണെന്ന് നീ കരുതല്ലോ, ഇത് ചെറിയ തെറ്റാണെന്ന് കരുതല്ലോ. അല്ലാഹുവേ, കള്ളു കുടിക്കുന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും, വിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും. പടച്ചറപ്പേ, ശിർക്ക് ചെയ്തവന് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, പക്ഷേ ഒരുത്തന് പുറത്തു കൊടുക്കില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു, സാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാ.
അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്തിനാ നീ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാരബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതമാവുകയാണ്. ആരാ ഇത് പറയുന്നത്? ഇസ്രയേലും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ശൈത്താൻ പോലും പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ ശപിക്കപ്പെട്ടവൻ പോലും വരില്ല. ശൈത്താൻ പോലും ഉമറെന്ന് കേട്ടാല് പേടിയാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് കരയുകയോ. അവൻ ആരാണെന്നറിയണമല്ലോ, അവനെ ഒന്ന് കാണണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് വരാ പറയുകയാ. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. റസൂലുള്ള ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ കരയുന്നത്? കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ. എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ പള്ളികൾ കൊണ്ടുപോയി നിസ്കാരം കിടന്നിട്ട് ആളൊരു മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് ഒരുപിടി മൂന്ന് പിടി മണ്ണ് വാരി ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്തിട്ടിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല. കാരണമെന്തെന്നറിയുമോ? അവസാനം പോകാനുള്ള കാരണമെന്താ? ആ കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെക്കുകയാണ്. ആ കബറിന്റെ മുകളില് തിരിച്ചറിയാനുള്ള അടയാളം വെച്ചിട്ട് വീട്ടിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. പാതിരാത്രി തന്റെ നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രിയിൽ പള്ളിക്കാറ്റിലേക്ക് കടന്നു ചെന്നിട്ട് പച്ചമണ്ണ് വെട്ടിമാറ്റുകയാ. അല്ലാഹുവേ, പലകയെടുത്ത് മാറ്റുകയാ. എന്നിട്ട് കബറിനകത്ത് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ഓരോന്നായി അഴിച്ചെടുക്കുകയാ. മയ്യത്തിന്റെ കഫൻ തുണി മോട്ടിക്കുന്ന കള്ളരാരബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്റെ നാട്ടിൽ കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകളെ നട്ടരാരബിയേ, അവരുടെ ഔറത്ത് പോലും മറച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. പക്ഷേ കരച്ചിൽ തീരുന്നില്ല. തലയിലൂടെ മണ്ണ് വാരിയിടുകയാ. എന്നിട്ട് വീടിനകത്തിരുന്ന് മുഖം പൊത്തിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. റസൂലുള്ള ചോദിച്ചു, എന്തിനാണ് നബിയേ? എന്നെക്കാളും ഒരു പാപി ഈ ദുനിയാവിലില്ല. എന്നെ പോലെ പാപം ചെയ്തവരും മനുഷ്യനും ഈ പ്രപഞ്ചത്തിലില്ല. അത്ര വലിയ പാപിയാരബിയേ, അത്ര വലിയ പാപിയാരബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് പാപമാ? അത്രയ്ക്ക് വലിയ കൊടുംപാപമെന്താ? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലെ കാണാനഴകുള്ള ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണ് മരിച്ചു നബിയേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സുന്ദരിയായ പെണ്ണ്, ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. അടയാളം വെച്ച് പിരിഞ്ഞുപോയി. പാതിരാത്രി രണ്ടാമതും കബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റി കബറിനകത്തിറങ്ങി. ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ ഓരോന്നായി അഴിക്കുകയോ. അടിച്ചു മാറ്റിയിട്ട് പലക നിരത്തി മണ്ണ് മാറിയിട്ടിട്ട് മീസാൻ കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള അള്ളാഹുവിന്റെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ യാ റസൂലല്ലാഹ് ആ പെണ്ണിന്റെ മയ്യത്തിന് ഞാൻ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. തങ്ങളെ ബോധം കെട്ട് വീടുപോയി റസൂലുള്ളാഹിന്റെ കൈകാല് വിറക്കുകയാ. കണ്ണ് നിറഞ്ഞിട്ട് താളിരോണത്തിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. റസൂലുള്ളാഹിന്റെ ശരീരം തളർന്നുപോയി. കാരണം മയ്യത്തിനെ വ്യഭിചരിച്ചവരാ, ഖബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവരാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നബിയേ ഫഹല്ലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? റസൂലുള്ളാഹ് പറഞ്ഞു കരയടാ മോനെ. പാതിരാത്രി എഴുന്നേറ്റ് സുജൂദിൽ കിടന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് തൗബ ചെയ്തു. അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം വന്നപ്പോ അവിടുന്ന് ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിനെ പുറത്തു കൊടുക്കുമോ നബിയേ? അല്ലാഹ് ഇവനെ പുറത്തു കൊടുക്കുമോ നബിയേ? റസൂലുള്ളാഹ് പറഞ്ഞു ഉമറേ ഇവനെ പുറത്തു കൊടുക്കും, ഇവൻ അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഒരുത്തനെ പുറത്തു കൊടുക്കൂല. മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ, ഒരു മനുഷ്യനെ നാണം കെടുത്തിയിട്ട് നീ കഅബയിൽ പോയിട്ട് കാര്യമില്ല, ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, ഉംറയും ചെയ്തിട്ട് കാര്യമില്ല, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർത്തിട്ട് പള്ളിക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ആ മനുഷ്യന്റെ പൊരുത്തം ചോദിക്കാതെ നിനക്ക് രക്ഷയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത പാവ കള്ളു കുടിച്ച അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കരഞ്ഞ റബ്ബേ എനിക്ക് പുറത്തു തരണമെന്ന് വെച്ചാൽ അള്ളാഹ് പുറത്തു കൊടുക്കും. കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അത് നിസ്സാരമായ തെറ്റല്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനുഷ്യന്മാര് തമ്മിൽ തീർക്കണം. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളെ നാണം കെടുത്തിയിട്ട് ഞാൻ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം നിങ്ങളോട് തന്നെ ഞാൻ പൊരുത്തം ചോദിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിൽ ഉസ്താദ് അവൻ ചെയ്തതല്ലേ പറയാൻ നിനക്കെന്ത് അവകാശമല്ലേ? എന്ത് അവകാശമാണ് നമുക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അവൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങി ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പാതിരാത്രി പിടിച്ചു എന്ന് സങ്കല്പിക്കാം. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരനെ പിടിച്ചു, നാട്ടുകാര് മുഴുവനും അറിഞ്ഞു. അവസാനം അവന്റെ മനസ്സിൽ തോന്നി, അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അല്ലാഹ് പുറത്തു തരണേ എന്ന് തൗബ ചെയ്തിട്ട് അവൻ നന്നായി. ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് അവൻ തൗബ ചെയ്ത് നന്നായി. പിന്നെ അവനെ കാണുമ്പോ ആരെങ്കിലും അത് പറഞ്ഞിട്ട് കളിയാക്കിയാ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരോട്, എന്റെ വാപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയാ, പിന്നെ ആ ചെറുപ്പക്കാരനെ കാണുമ്പോ നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയ മരിക്കുന്നതിന് മുമ്പ് നീയും ആ തെറ്റ് ചെയ്തിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെയും തെങ്ങി കെട്ടിയിടും മോനെ ഒരു ദിവസം. നാട്ടുകാര് പിടിച്ചിട്ട് ഓനെ തല്ലിയതേ ഉള്ളെങ്കിൽ നിന്നെ തെങ്ങിൽ കെട്ടിയിട്ട് 4 പേരുടെ മുന്നിൽ നീ നാറ്റിച്ച 40 പേരുടെ മുന്നിൽ നിന്നെയും നാറ്റിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഇത്തിരി മടിയന്തേ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വെറുതെ വേലിയിലിരിക്കണതെടുത്ത് തോളി വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിനർത്ഥം, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ വഴി സംസാരിച്ചാ നിന്റെ നാവിനെ സൂക്ഷിക്ക്, കള്ളം പറയല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 10 മണി കഴിഞ്ഞു. നിർത്താറായോ? പിരിവല്ലോ ഉണ്ടോ? ഇപ്പൊ ആര് സംഘാടക പിരിവല്ലോ ഉണ്ടോ? സംഘാടകരൊന്നും ഇല്ല, എല്ലാ മലക്കളും. ഒന്നുമില്ല, മൈക്ക് സെറ്റുകാരൻ എന്തെങ്കിലും കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. വേറെ ആവശ്യമൊന്നുമില്ല. 2 ദിവസത്തെ വയല്, ഈ വയല് കഴിയുമ്പോ മൈക്ക് സെറ്റുകാരനെ സന്തോഷത്തോടെ പറഞ്ഞു വിടണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വിടൂല്ലേ? എങ്ങനെ കൈ പിടിച്ചിട്ട് ദുആ ചെയ്യണം, അള്ളാഹു ബർക്കത്തീയുന്നല്ല. ഓന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് അള്ളാഹു കച്ചപ്പെടുത്തി ബർക്കത്തീയും നിന്റെ മാതാപിതാക്കളെ എന്നല്ല, ഓന് കൊടുക്കാനുള്ളത് കൊടുത്തു വിടണം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കൊടുക്കൂലേ? എന്തെങ്കിലും കൊടുക്കൂലേ? മനുഷ്യന്മാരെ കൊടുക്കൂലേ? അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് കൈവക്കും. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവര് കൈവക്കാത്ത വാപ്പായ്ക്ക് അറിയത്തില്ല ബർക്കത്ത് എന്താണെന്ന്. വാപ്പ അനുഭവിക്കുന്നത് തന്നെയാ.
എല്ലാം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, വീടുണ്ട്, പൈസ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം മാത്രമില്ല. സമാധാനം മാത്രമില്ല. പണം ഇഷ്ടം പോലെ ഉണ്ട്, തിന്നാനുള്ള യോഗമില്ല, വയറ് നിറയണില്ല തിന്നിട്ട്. വീട് കൊട്ടാരം പോലെ പണിതിട്ടിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ പോയി കിടന്ന ഉറക്കം വരണില്ല നബിയെ. ഭാര്യയും കൊണ്ട് കൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണില്ല, മക്കള് കൂടെയുണ്ട്, സന്തോഷമില്ല. ബർക്കത്തില്ലെങ്കിൽ ജീവിതം നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി സുബഹി കഴിഞ്ഞു ഉറങ്ങല്ലേ എന്ന് നബിയിന റസൂലുള്ളാഹി. എന്ത് ചെയ്യരുത്? സുബഹി കഴിഞ്ഞ് ഉറങ്ങരുത്. നല്ല സമയം ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം, നല്ല രസമുള്ള സമയം സുബഹി കഴിഞ്ഞിട്ട് ഇശ്റാഖ് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം ഉറങ്ങട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടില്ല എന്നപ്പോ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 4 കാര്യം ഏത് ഭവനത്തിലുണ്ടോ ആ ഭവനത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യം ഇരിക്കണ കാക്കാമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ, നീ രക്ഷപ്പെട്ടെന്ന് നബിയിന റസൂലുള്ളാഹി. ഒരു 4 കാര്യം പറയാം. ഒന്ന് ശ്രദ്ധിച്ചൂടെ? പേടിച്ചു വെച്ചാൽ മതി. ഇല്ലെങ്കിൽ പേടിച്ചു വെച്ചാൽ മതി, അല്ലാതെ കഷ്ടപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. നേരെ ഇരിക്കും മനുഷ്യന്മാരെ, ആരോഗ്യത്തോടെ ഇരി. ഇതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന മലക്ക് ചവിട്ടി തറയിലിടത്തില്ല. നേരെ ഇരി. 1 ഇങ്ങോട്ട് നോക്ക്. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 1, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഇതിനെ വളർത്തിയ ഉറക്കെ പറഞ്ഞോ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്. കാണാനുള്ള കൊതി കൊണ്ട. എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ? കൈ വെക്കണ്ട. എനിക്ക് നാണം കെടാൻ വയ്യ. ബറക്കത്ത് 2 ഉണ്ട് സ്ഥാതെ. ഓരോ വീട്ടില് ബെഡിന്റെ എത്രയുണ്ട്? ഇത്രയും നീളവാ. ചെറുതിലും കണ്ടാ പോരാ, അത്രയും നീളം അല്ലേ? വീട്ടില് ആടിനെ വളർത്തണം. ആട് ബറക്കത്തുള്ള ജീവിയ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആടിനെ വളർത്തിയ ക്ഷമ കിട്ടുന്ന എല്ലാ പ്രവാചകന്മാരും ആടിനെ മെച്ചവരാ. ആട് മെക്കാത്ത ഒരു പ്രവാചകനില്ല. ക്ഷമ. അതുകൊണ്ട് കാട്ടറബിയുടെ ആടിനെ മെക്കാൻ പോയിട്ട് വരുന്നവർ കിട്ടും. നല്ല ക്ഷമയാ. ഒരെണ്ണത്തിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവിടും, അടുത്ത് അങ്ങോട്ട് പോകും, അതിനെ പിടിച്ചിങ്ങോട്ട് അങ്ങോട്ട് പോകും. പടച്ചൻ എന്ത് ചെയ്യാൻ? അതെല്ലാം പറ്റുമോ? കൊല്ലാൻ പറ്റുമൊന്നുമില്ല. ആട് വളർത്ത്. ആടിനെ വീട്ടിൽ വളർത്തത് ബർക്കത്താണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 നിന്റെ വീട്ടിൽ കോഴിയെ വളർത്ത്, ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനെ വളർത്തിയ കോഴി ലക്ഷങ്ങൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കണത് കോഴി കാഷ്ടിക്കാനല്ല, വേറെ ഇങ്ങടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്ന പെണ്ണുപിള്ള പറയും. വീട്ടിൽ കോഴിയെ വളർത്തണം. അതെങ്ങനെ? തിന്നാൻ മാത്രമല്ലേ അറിയൂ. ഇപ്പൊ പിന്നെ ടാക്സ് ഒന്നും ഇല്ലല്ലോ കോഴിക്കില്ലേ? അങ്ങനത്തെ കാലല്ലേ. കോഴിയെ വളർത്തണം വീട്ടിൽ. കോഴി ഒരു ബർക്കത്തുള്ള ജീവിയാ. അതുകൊണ്ടാണ് കോഴിയെ കൊണ്ടുള്ള ഒരു ഉപയോഗം ഞാൻ പറയാം. ഒരേ ഒരു ഉപയോഗം ഞാൻ പറയാം ഇല്ലേ? ചില ആൾക്കാര് കണ്ണേറെന്ന് പറയുന്നത് സത്യവാ. ചില ആൾക്കാര് പറഞ്ഞ അറം പറ്റിക്കളയും. അറം വീടിന്റെ മുന്നിൽ നല്ല ഒരു വാഴ കൊലച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ പോണത്. എന്നാ കൊലയാ അല്ല ഇത്. ഒരൊറ്റ പറച്ചില. വൈകുന്നേരം നോക്കുമ്പോ ആ കിടക്കുന്നത് ആടെ. സുബ്ഹാനല്ലാഹ്. പിന്നെ വാഴ നിന്നതിന്റെ അസറ് പോലും കാണൂല. കരിഞ്ഞു പൊക്കളയും ചില ആൾക്കാർ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരുടെ നാവിന്റെ കാര്യമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണേറ് വലിക്കൂല. അയൽവാസിയുടെ ഒക്കെ ശാപവും കണ്ണേറൊക്കെ. വീട്ടിൽ കോഴിയെ വളർത്തും. അപ്പൊ അതൊക്കെ ഉണ്ടോ? ഇല്ലേ? അതല്ല. വീട്ടിൽ കോഴിയെ വളർത്ത് ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ വയലേക്കാൻ. 3 ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആട്ടുകല്ല് അറിയില്ലേ? ഈ മിക്സിയുടെ ജോലി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെന്താ ഇവിടെ പറയാ? ഒരാള് അമ്മി. അപ്പൊ ഇങ്ങനെ ആക്കുന്നതിന് എന്താ പറയാ? എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, വേറൊന്നും പറയണ്ട. നമ്മൾ ഇങ്ങനെ ആട്ടും. പണ്ട് അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉമ്മമാര് കൈ കണ്ട് ആട്ടുന്നൊരു സാധനം, മനസ്സിലായല്ലോ? അത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? പെണ്ണുങ്ങൾ അവിടെ നിന്ന് പറയാം, അങ്ങാർക്കത് പറഞ്ഞിട്ടങ്ങ് പോകാം, പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. അല്ലെങ്കിലും തിന്നുന്നത് അതും പാടാ.
പെണ്ണുങ്ങൾക്കെല്ലാം പാടാ. എന്റെ പ്രിയമുള്ളവർ, ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കരുത്. അതാ കൊട്ടാരം പോലെയുള്ള വീട് വെക്കുമ്പോ അടുക്കളയിൽ ഒരു അമ്മി വെക്കാന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ? വന്ന വഴി മറക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി നമ്മുടെ ഭവനത്തിൽ വേണം. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. കാണൂല, കാരണം ചോറ് വെക്കുന്നത് ഇപ്പൊ പെണ്ണുങ്ങൾ കരണ്ടില്ല. ഇവിടെ ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യം, ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരാ, ചോറ് വെക്കുന്നത് തന്നെ ഇന്ന് കരണ്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 4 കാര്യം. അപ്പൊ ഒന്ന്, ഈ 4 കാര്യം വീട്ടിൽ വാങ്ങി വെക്കുക. സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാപ്പയ്ക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയും. ഏത് വാപ്പയെന്നറിയോ? അങ്ങോട്ട് നോക്ക്, ഏത് വാപ്പയെന്നറിയോ? തന്റെ മക്കളെ തല്ലാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെക്കണോന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ലെങ്കിൽ പോകുമ്പോ ഒരു പേരയ്ക്ക കമ്പെങ്കിലും വെട്ടിട്ട് ഒരു കാപ്പി കമ്പലും കെട്ടി വീട്ടിൽ വെട്ടിവെക്കണം. മക്കളെ നന്നാക്കാൻ വെട്ടിവെക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, റബിയ, ഉസ്താദിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, റബിയ, ആരെയും ചതിക്കല്ലേ റബിയ, വഞ്ചന കാണിക്കല്ലേ റബിയ, വിശ്വാസ വഞ്ചന കാണിക്കല്ലേ, കൂടെ നിന്നിട്ട് ചതിക്കല്ലേ റബിയ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ചതിയും വഞ്ചനയുമായി കഴിയുന്നവരുണ്ടല്ലോ, കൂടെ നിന്ന് കൂടപ്പിറപ്പിനെ പോലെ, ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബ, നാളെ പടച്ചവന്റെ പരലോകത്ത് എല്ലാവരും നിൽക്കുമ്പോ ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവരുടെ കോലം എങ്ങനെയെന്നറിയുമോ? അവരുടെ പിന്താരങ്ങളിൽ വലിയ വലിയ കൊടികുത്തി വെച്ചിരിക്കുകയാണ്, വലിയ വലിയ കൊടികുത്തി വെച്ചിരിക്കുകയാണ്. നടക്കാൻ കഴിയാതെ മലതാരത്തിൽ കൊടിയും വെച്ചുകൊണ്ട് ഇടഞ്ഞിടന്നൊരു വിഭാഗം നാളെ നടന്നു വരും. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ വൃത്തികെട്ടവരാരാ നബിയേ? മലതാരത്തിൽ കൊടികുത്തി വെച്ചുകൊണ്ട് വരുന്ന ഈ വൃത്തികെട്ടവരാരെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, സഹാബ, അത് ചതിയന്മാരാ, അവര് നാളെ പരലോകത്ത് വരുന്നത് ഇങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മലദ്വാരത്തിൽ പിന്താരത്തിൽ കൊടിയും വെച്ചിട്ടാ വരണ ചില മഹാന്മാര്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെ മിനാരമൊക്കെ നമ്മുടെ കൊടിയുടെ മുന്നിൽ തോറ്റുപോകും, എവറസ്റ്റ് കൊടി പോലും നമ്മുടെ മുന്നിൽ. കാരണം അത്രയ്ക്കും ചതിയും വഞ്ചനയും കാണിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തൊരുമാറാകട്ടെ. അള്ളാഹു പുറത്തൊരുമാറാകട്ടെ. നല്ല പരിപാടിയാ. അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുതു പറയുന്നവന് ചൂടുവെള്ളം, കേൾക്കാൻ വന്നവർക്ക് കാപ്പിയും കടിയും. വഴുതു പറയാൻ വന്നവന് ചൂടുവെള്ളം, കുഴപ്പമില്ല. അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല, കൂടെ നിന്നിട്ട് ചതിക്കാൻ പാടില്ല. അങ്ങനെ സ്വഭാവം, വഞ്ചന. അല്ലാഹുവേ പടച്ചോനെ, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ചതിയും വഞ്ചനയും നടക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ അയൽവാസിയായ ഒരു പെണ്ണ് 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഉസ്താദ്. 3 ഭർത്താവ് ഗൾഫിൽ എങ്ങണ്ടായിരുന്നു, പാവപ്പെട്ടവൻ. 3 വയസ്സുള്ള കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഉസ്താദേ. ഭർത്താവ് യാചിക്ക, ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ യാചിക്ക. പെണ്ണിനോട് പറഞ്ഞു, ഒന്ന് വാ. അവള് വരൂല. എന്റെ പ്രിയമുള്ളവരെ, കുടുംബജീവിതം
കുടുംബജീവിതത്തിൽ നിന്ന് ചതിയും വഞ്ചനയും വല്ലാതെ വർദ്ധിക്കുന്ന കാലം അല്ലേ? അല്ലാഹുവേ പടച്ചോനെ, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ എടുക്കുമ്പോൾ ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ, രാവിലെ പാപ്പയോട് സലാമൊക്കെ പറഞ്ഞു, അല്ലാ എന്ത് സ്നേഹത്തോടാ പോണെ, വൈകിട്ട് കാണുന്നില്ല, തെരയുമ്പോ അറിയുന്നു പോയെന്ന്, തെരയുമ്പോ അറിയുന്നു പോയെന്ന്. അല്ലാഹുവേ, നമ്മുടെ പെമ്മക്കൾ എന്ത് പറ്റി? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തലശ്ശേരി കോടതിയുടെ മുന്നിൽ നടന്ന ഒരു വീഡിയോ കാണാനുണ്ട്. കാമുകന്റെ കൂടെ 60 വയസ്സുള്ള പൊന്നുമോൾ ഇറങ്ങിപ്പോകുമ്പോ വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പം കിടന്ന് യാചിക്കുന്നു, മോളെ പോകല്ലേ കിടന്ന് യാചിക്കാം. വാപ്പയുടെയും ഉമ്മയുടെയും കരച്ചിലിന് എന്ത് വല? കാമുകന്റെ കൂടെ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന മക്കൾ. കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ കുടിച്ചോ, സന്തോഷം, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ ഇത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതെങ്ങനാ? മക്കളെ കുറ്റം പറയൂല. ഞാൻ ചെറുപ്പക്കാർ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളെ എന്ന് ഞാൻ കുറ്റം പറയാൻ നിൽക്കൂല. ഒളിച്ചോടുന്ന പെണ്ണുങ്ങളെ എന്ന് ഞാൻ കുറ്റം പറയൂല. കാരണം ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷം, അതന്നെ വളർത്തു ദോഷം. ഇതെങ്ങനെ? പ്രേമവും പ്രണയൊക്കെ ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 3 കാര്യം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു, മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയ അപ്പം ചെയ്തോണം, പിന്നത്തേക്കൊന്നും മാറ്റിവെക്കല്ലേ. 1, നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം നിസ്കരിച്ചോണം. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പോഴും നിസ്കരിക്കണം. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചാ നടക്കില്ലെന്ന് നബിയിന റസൂലുള്ളാഹി. സുബഹിക്ക് വാങ്ക വിളിച്ചു, ആപ്പ പറഞ്ഞു അമ്മനെ പള്ളിയിൽ പോകാം. ഉമ്മച്ചി വിളിച്ചു, ഉമ്മ ഈ അരമണിക്കൂറുണ്ട് ഉമ്മ ഇക്കാമത്ത് കൊടുക്കാൻ, ഒരു 10 മിനിറ്റ് കൂടെ. എന്നാ ചുരുണ്ടൊന്ന് കടങ്ങും. 7 മണിയാവും എഴുന്നേക്കുമ്പത്തേ കഴിഞ്ഞു. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പം നിസ്കരിക്കണം. 2, വീട്ടിൽ ആരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കിയേക്കണം. അവൻ വരട്ടെ, ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, ദുബൈ കിടക്കുന്നവൻ വരട്ടെ, ഇങ്ങനെ വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കും. കണ്ടിട്ടില്ലേ? ഒരാളും കൂടെ പുതിയല്ലേ, ഒരാളും കൂടെ ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ ആരെങ്കിലും മരിച്ച കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. 3 വാപ്പമാര് കേട്ടോ, എന്റെ ശബ്ദം കേൾക്കുന്ന പെമ്മക്കളുള്ള ആ മക്കളുള്ള ഓരോ വാപ്പയും കേട്ടോ. 3, നിന്റെ മക്കൾക്ക് പെണ്ണ് കെട്ടിയാ കൊള്ളാമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയ കെട്ടിച്ചു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് പറയൂ, ഉസ്താദ് ഈ ഹദീസിന്റെ വാപ്പായിക്കെന്ന് പറഞ്ഞുകൂടെ? അള്ളാഹുവേ, മക്കള് പ്രായമായി, കെട്ടിച്ചു വിടൂല. 18 കെട്ടിക്കണമെന്ന് ഞാൻ പറയണില്ല, 10, 22, 23 ആയി, 25 ആയി. അള്ളാഹുവേ, നാട്ടുകാർ വന്നിട്ട് പറയണു, പാപ്പാ മോൻ ബസ് സ്റ്റോപ്പിലും സ്കൂളിന്റെ മുന്നിലൊക്കെ നിൽക്കുന്ന കണ്ടു തുടങ്ങി. അവന് പക്വത എത്തിയില്ല. വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ പിടിച്ച് തെങ്ങി കെട്ടിയിടുമ്പോ വാപ്പയ്ക്ക് മനസ്സിലായി മോന് പക്വത എത്തിയില്ല. അള്ളാഹുവേ പടച്ചവനെ, പെൺകുട്ടികൾ പ്രായപൂർത്തിയായി, വയസ്സ് കുറയായി, MA പഠിക്കട്ടെ, ഡിഗ്രിക്ക് പഠിക്കട്ടെ, 3 വർഷം കഴിയട്ടെ, 5 വർഷം കഴിയട്ടെ. ഈ പറയണ ഉമ്മ 16ാമത്തെ വയസ്സിൽ കെട്ടി വന്ന് പ്രസവിച്ച ഉമ്മയാ. ഇതാ പറയണത്, മക്കൾക്ക് പ്രായമായി തുടങ്ങി, അവർക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം തോന്നി തുടങ്ങി, സ്വഭാവങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങി. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഇവിടെ ചോറല്ലേ തിന്നണത്, ഓക്ക് ആഗ്രഹം തോന്നി തുടങ്ങി, കെട്ടിച്ച് വിട്ടേക്കണം, ഇല്ലെങ്കിൽ നിനക്ക് കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അല്ലാഹുവേ പടച്ചവനെ, ഒളിച്ചോട്ടം വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. ഒളിച്ചോട്ടം വല്ലാതെ വർദ്ധിക്കുന്നത് ഉമ്മയല്ലേ ആദ്യം ഓടിക്കാണിക്കുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് ഇരുന്ന കാലം മാറിയിട്ട് ഇന്ന് 3, 4 പെറ്റ തള്ളമാര് പോലും ഓടുന്ന കാലവാ. എന്തേ എന്റെ പ്രിയമുള്ളവര്, എന്തേ ഇതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവേ പടച്ചവനെ, മാതാപിതാക്കളെ ചതിക്കുന്ന മക്കള് എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഉപ്പമാരോട്, പെമ്മക്കളുള്ള വാപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാ. സ്വന്തം മകളോട് സ്നേഹത്തോട് ചോദിക്കണം, രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? മക്കളോട് ചോദിക്കേണ്ട കാലവാ. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടാണോ നിക്കണേന്ന്. കാരണം കാഞ്ഞ ബുദ്ധിയാ നമ്മുടെ പെമ്മക്കൾക്ക്. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒരു വീട്ടിൽ വിളിച്ചോണ്ട് പോയി. ഉസ്താദെ, ചോറുണ്ണാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് പൊക്കിയിട്ട് പോയ, ചോറിനാൻ വിട്ടില്ല, കഴിക്കാൻ പോലും വിട്ടില്ല. അത്യാവശ്യമാ എന്നെ വിളിച്ചൊരു വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ പടച്ചോനെ, ഉമ്മയും വാപ്പയും മണ്ണെണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നു. റൂമിനകത്ത് 19 വയസ്സുള്ള മകള് ബാഗും പിടിച്ചു നിൽക്കുന്നു. സാഹചര്യം എനിക്ക് മനസ്സിലായി, എന്തേന്ന് കാര്യം മനസ്സിലായി. വീടിനകത്ത് കയറി ചെന്നു, വീടിനകത്ത് കടന്നു ചെന്നു. പടച്ചോനെ, മോള് ഒന്ന് ചാടി, ആരും കണ്ടില്ല, പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിരിക്ക. ഒന്ന് ചാടി, മഴ പെയ്തത് കാരണം ആരും കണ്ടില്ല, പിടിച്ചോണ്ട് വന്ന് വീട്ടിൽ ഇരുത്തിക്ക. അവള് ബാഗ് എടുത്തിട്ട് നിൽക്കുന്നു, വാപ്പയും ഉമ്മയും മണ്ണെണ്ണയും വെച്ചിട്ട് നിൽക്കുന്നു. ഇവൾ ഇറങ്ങിയ ഇപ്പം ചാവും, ഇവക്ക് പോകണം. എന്നെ ആ എരുതിയിലാ കൊണ്ടിട്ടത്, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇങ്ങനെ കയറിയിരിക്ക.
അള്ളാഹു പടച്ചവനെ ഈ ഉമ്മ പറയണം, ഉസ്താദേ ഇവള് പോയാൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും മരിക്കും. അവൾ അപ്പോഴും പറയാം എനിക്ക് പോകണം, അതും മുസ്ലിം അല്ല, അമുസ്ലിമായി ചെറുപ്പക്കാരെ. അവസാനം ഈ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ മരിച്ച ഇവളെ മയ്യത്ത് കാണാൻ പോലും ഉസ്താദെ അനുവദിക്കരുത്. അപ്പോഴാ പെണ്ണ് പറയും, അതിന് ആര് വരുന്നു കാണാൻ? അതിന് ആരാ വരുന്നത്? ഇവള് മരിച്ച കാണാൻ ആരാ വരുന്നത്? അള്ളാഹുവേ പടച്ചവനെ ഇങ്ങനെയൊക്കെ ചർച്ചയായി. ഇവള് എഴുന്നേറ്റിട്ട് ഇറങ്ങാൻ പോവാ. അപ്പത്തേക്ക് വാപ്പ കയറി പിടിച്ചു, വാപ്പാനെ തല്ല. പിന്നെ എന്റെ അവസ്ഥ അരച്ചേക്ക്. വാപ്പ കയറിയിട്ട് പോകല്ലേ എന്ന് പറഞ്ഞപ്പോ മാറി പിടിച്ച് തെള്ളിക്കളഞ്ഞിട്ട് ബഹളം വെക്ക. അവസാനം ഞാൻ ഈ പെണ്ണിനോട് 8ാമത്തെ അടവെന്ന രീതിയിൽ ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചു എന്ന് എഴുതി വെച്ചിട്ട് പൊക്കോളാം. അവൾ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നോട് ചോദിച്ച മറുപടി എന്തെന്നറിയോ? ഞാൻ പറഞ്ഞു നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചു, ഇന്നത്തോടുകൂടി ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ തീർന്നു എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവള് ചോദിച്ചു, എവിടെയാണ് എഴുതേണ്ടതെന്ന്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എവിടെയാണ് എഴുതേണ്ടതെന്നാ ചോദിച്ചേ. നമ്മുടെ മക്കളുടെ എന്നത്തെ അവസ്ഥ. കാരണം ഉമ്മച്ചി ഇത് മൊത്തവും കാണിച്ചു കൊടുത്തവളാ. അള്ളാഹുവെ പടച്ചവനെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മക്കളെ നന്നാക്കണമെങ്കിൽ എവിടുന്ന് നന്നാക്കണം? മക്കളെ നന്നാക്കണമെങ്കിലേ 10-18 വയസ്സാകുമ്പോഴെല്ലാം നന്നാക്കാൻ നിൽക്കേണ്ടത്. അത് ആദ്യമേ ചിന്തിക്കണമായിരുന്നു. മക്കളെ നന്നാക്കണമെങ്കിൽ നേരത്തെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ചില ആൾക്കാരെ നോക്കിയിട്ട് പറയും 4 മക്കളുണ്ട്, 4 നന്നായി. ചില കുടുംബത്തിൽ നോക്കിയിട്ട് പറയും 4 മക്കളുണ്ട്, 4 പേരും നന്നായി. എന്നാ പറയും ഒരുത്തൻ മാത്രം തലതിരിഞ്ഞു പോയല്ലോ. രണ്ടും പറയാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുത്തൻ തലതിരിഞ്ഞു പോയി, ബാക്കിയുള്ളതൊക്കെ നന്നായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഇന്നല്ലാഹ അസ്തഫാ ലി ആദമ വനൂഹ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ ലി ആദമ വനൂഹ വആല ഇബ്രാഹീമ. ഖുർആൻ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു, നൂഹ് നബിയെ തെരഞ്ഞെടുത്തു, പക്ഷേ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തു. 3 കാര്യമാണ് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ, ആദം നബിയെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു, കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ല. അതിന്റെ കാരണം എന്തേ? ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ 20 പ്രാവശ്യം പ്രസവിച്ചു, 40 മക്കളുണ്ടായി, ഇരട്ട കുട്ടികളായിരുന്നു. ഈ 40 മക്കളിൽ ഒരുത്തൻ തലതിരിഞ്ഞു പോയി എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരുത്തൻ തലതിരിഞ്ഞു പോയപ്പോ വാപ്പാനെ തെരഞ്ഞെടുത്തു, കുടുംബത്തെ വിട്ടു. നൂഹ് നബി അലൈഹിസ്സലാം 980 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി, അള്ളാഹു പറഞ്ഞു, നൂഹ് നബിയെ ഞാൻ തെരഞ്ഞെടുത്തു, കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ല. കാരണം ആ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു തലതിരിഞ്ഞവൻ. തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോ വാപ്പ വിളിച്ചു, അടാ മോനെ കേറടാ. ഞാൻ വരൂല, കണ്ട പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ പോ, നിങ്ങൾ ഇങ്ങടെ പണി നോക്കാൻ. അള്ളാഹുവെ പടച്ചവനെ, തന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞ ആദം നൂഹ് നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, വലൈസ മിൻ അഹ്ലി, നബിയെ സ്വന്തം മോനാ, പക്ഷെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നൂഹ് നബിയോട് പറഞ്ഞു, ഓ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബത്തിലെ എല്ലാ മക്കളും നന്നായ ആ കുടുംബത്തെ അള്ളാഹു ഏറ്റെടുത്തു. ഒരുത്തനെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വാപ്പ നിന്നെ അള്ളാഹു ഏറ്റെടുത്ത് ഓന്റെ കാര്യം വിട്ടേക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്റെ ചിന്തിക്ക്, മക്കയിലും മദീനക്ക് പോകുന്ന എന്തിനാ? ഇബ്രാഹിം നബിയുടെ കാര്യം, ഇസ്മായിൽ നബിയുടെ കാര്യം, ഹാജറ ബീവി വാപ്പയും ഉമ്മയുടെ മോന്റെയും കാര്യം മാത്രമല്ലേ അവിടെ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം മക്കളെ വളർത്തണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വിഷയമൊക്കെ നിങ്ങളുടെ അടുത്ത് ജനുവരി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നന്മയുള്ള മക്കൾ, അല്ലാഹുവേ ആ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ ചതിക്കല്ലേ, ഉമ്മാനെ നാണം കെടുത്തല്ലേ, വാപ്പാനെ നാണം കെടുത്തല്ലേ. 9.5 മാസക്കാലം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാന് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയാ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരിക്കലും രക്ഷപ്പെടില്ല പൊന്നുമോനെ. അല്ലാഹുവേ പടച്ചവര്, മുസ്ലിമായ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് കരുതല്ലേ. പലപ്പോഴും ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉസ്താദ് ഒരു പെണ്ണിനെ കൂടെ ഞാൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ആർക്ക് വേണമടോ ചെറുപ്പക്കാരാ?
ആർക്ക് വേണം പൊന്നുമോനെ? അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് പറയാൻ കഴിയുമോ? മറ്റൊരു മതത്തിലുള്ള ഒരച്ഛനും അമ്മയും പോറ്റി വളർത്തിയ പൊന്നുമോള് അവളെ വളച്ചിട്ട് അവസാനം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുമ്പോ ആ പാവങ്ങളുടെ കണ്ണ് നിറഞ്ഞാലും നീ അനുഭവിക്കും ചെറുപ്പക്കാരാ. നിനക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു നിനക്ക് പ്രതിഫലം തരുന്നെന്ന് തോന്നുന്നുണ്ടോ? അമുസ്ലിമായ ഒരു പെണ്ണിനെ പ്രേമിച്ചു, അവസാനം അവരെ വിളിച്ചിറക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. എന്തിനാടാ ഇവിടെ മുസ്ലിമായ? ഈ പെണ്ണ് എന്തിനാ മുസ്ലിമായ? അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ, ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ അല്ല. നിന്നെ കിട്ടാൻ വേണ്ടി അവള് മുസ്ലിമായത്. നിന്നെ കെട്ടാൻ വേണ്ടി, നിന്നെ സ്നേഹിച്ചു പോയി. നിന്നെ കെട്ടണമെങ്കിൽ നീ പറഞ്ഞു മുസ്ലിം ആകണം. അപ്പൊ അതിനു വേണ്ടി മുസ്ലിമായി. അപ്പൊ പിന്നെ പ്രതിഫലം കിട്ടുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വന്തം വാപ്പയെയും ഉമ്മയെയും കരയിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ഒരു കാലത്തും രക്ഷപ്പെടൂ, ഒരു കാലത്തും രക്ഷപ്പെടൂല. അല്ലാഹുവേ, ഞാൻ ജോലി ചെയ്യുന്ന കോട്ടയം ജില്ലയുടെ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ ഒരു പുഴുത്ത ശരീരം ഇരിപ്പുണ്ട്. ആർക്കും വേണ്ടാതെ സ്വന്തം കൂടപ്പിറപ്പുകൾക്കും കുടുംബക്കാർക്കും വേണ്ടാതെ ഒരു മുസ്ലിം പെണ്ണിന്റെ പുഴുത്ത ശരീരം അല്ലാഹുവേ മോർച്ചറിക്കകത്തിരിപ്പുണ്ട്. ആർക്കും അവളെ വേണ്ട. സ്വന്തം ഉപ്പയെയും ഉമ്മയെയും പടച്ചവനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നാണം കെടുത്തിയിട്ട് ഇന്നലെ കണ്ട ഒരുത്തന്റെ പുറകെ സുഖം തേടിയിട്ട് ഇറങ്ങിപ്പോയവളാ. വിഷമടിച്ച് ചത്തട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയാ. അവനും വേണ്ട, ജന്മം കൊടുത്ത മാതാപിതാക്കൾക്കും വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുകയാ, പലപ്പോഴും നമ്മൾ മുസ്ലിമാണെന്ന് മറന്നു പോകുന്നു, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെന്ന് മറന്നു പോകുന്നു. നമ്മുടെ മക്കളെ നശിക്കാനുള്ള കാരണം മക്കളല്ല, മാതാപിതാക്കളോ. അവരെ വളർത്തുന്ന ചുറ്റുപാട് വളരെ മോശമാ. പഠിച്ചവരെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് A+ വാങ്ങി ജയിച്ചു കഴിഞ്ഞ ആദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് മൊബൈലാ. അതും ചെറുതെന്നുവല്ല, വലിയ മൊബൈലാ. +2 ജയിച്ച കമ്പ്യൂട്ടറോ. അല്ലാഹുവേ, പഠിച്ചവനെ വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കള് കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, അന്യപുരുഷന്റെ കൂടെ കറങ്ങുന്നത് കണ്ടാൽ അവൻ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ മക്കള് ചെയ്യുന്ന തെറ്റ് നിസാരമായി കാണുന്ന ഉപ്പമാര്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ വീട്ടില് TV വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ചെറുപ്രായം മുതൽ ഉമ്മയുടെ മടിയിലിരുന്നിട്ട് ആ മക്കള് സീരിയല് കാണുന്നത്. എങ്ങനെയാണ് പ്രേമിക്കേണ്ടത്, എങ്ങനെയാണ് കള്ളത്തരം കാണിക്കേണ്ടത്, എങ്ങനെയാണ് ഫോൺ വിളിച്ചു വെക്കേണ്ടത്, കാമുകനെ വീട്ടിൽ കയറ്റേണ്ടത് എങ്ങനെയാണ്, എല്ലാം പഠിക്കുന്നത് സീരിയലിന്റെ മുന്നിൽ നിന്നോ. ഉമ്മയുടെ ജീവിതം തന്നെ പടച്ചവനെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് കാമുകന്റെ കൂടെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും സല്ലപിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അല്ലാഹുവേ, കുഞ്ഞുമക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് കാമുകന്റെ കൂടെ ഓട്ടോയ്ക്കകത്ത് കയറി കറങ്ങുന്ന പെണ്ണുങ്ങളുണ്ട്. ഇത് കണ്ടല്ലേ ഈ മക്കള് വളരുന്നത്. ഇങ്ങനെ തലതിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എങ്കിൽ എന്റെ പ്രിയമുള്ള പെങ്ങള്, ഒരു യഥാർത്ഥ മുസ്ലിമുണ്ടല്ലോ, എഞ്ചിഞ്ചായി വെട്ടിമുറിച്ചാൽ, അവർക്ക് എന്തൊക്കെ മോഹവാഗ്ദാനങ്ങൾ കൊടുത്താൽ അവർ അല്ലാഹുവിനെ മറന്നിട്ടിറങ്ങി പോകുന്നവരല്ലോ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, വളർന്നു വരുന്ന യുവതലമുറകൾക്ക് പഠിക്കാൻ ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ രണ്ടുപേരും ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരു സ്ഥലത്തെത്തുമ്പോ വല്ലാത്തവര് സുഗന്ധമടിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, ഒരു വല്ലാത്ത സുഗന്ധമടിക്കുന്നല്ലോ, എവിടെ നിന്നാ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അത് സ്വർഗത്തിന്റെ പരിമളമാണ് നബിയേ, അത് സ്വർഗത്തിന്റെ പരിമളമാണ്. എവിടെ നിന്ന് ചോദിക്കുമ്പോ ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ. യാ റസൂലല്ലാഹ്, ആ കാണുന്ന ഖബറിനകത്ത് നിന്നാ നബിയേ
അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു ജിബ്രീല് ഏത് പ്രവാചകന്റെ ഖബറോ ഏത് പ്രവാചകന്റെ ഖബറോ അത് പ്രവാചകന്മാരുടെ ഖബറല്ല നബിയേ ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാ നബിയേ ഒരു വേലക്കാരിയായ ഒരടിമ പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാണ് അതിനകത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന നബിയേ അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ അള്ളാന്റെ റസൂലിന് അത്ഭുതമാവുകയാ ബുറാഖും നടുപ്പിക്കുമോ ജിബ്രീൽ ആ ഖബറിന്റെ ചാരത്തേക്കൊന്ന് പോകുമോ ജിബ്രീൽ അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെന്ന് ചോദിക്കുന്നു ജിബ്രീലേ ഈ ഉമ്മയും മക്കളും ആരാ ജിബ്രീൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു യാ റസൂലല്ലാഹ് മാജിദ ബീവിയുടെയും മക്കളുടെയും ഖബറാ നബിയേ അള്ളാന്റെ റസൂല് ചോദിച്ചു ആരാ ബാസിത ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ നബിയേ ആ പെണ്ണിനെ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ എന്റെ സ്നേഹനിധികളായ ഓരോ പെണ്ണുങ്ങളും പാറയിൽ തറച്ചു വെച്ചതുപോലെ ഈ ചരിത്രം നിന്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തോ അള്ളാന്റെ റസൂലിനോട് പറയുന്നു യാ റസൂലല്ലാഹ് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണോ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയോ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ് ഒരു ദിവസം മൂസാ നബി പറഞ്ഞു കൊടുത്തു മാസിത്ത എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാന്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങാവൂ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് പ്രിയപ്പെട്ട പൊന്നുമോളുടെ മുടിചീക ഫിർഔനിന്റെ മകളുടെ മുടിചീക ഒരു പുതിയ ചീപ്പെടുക്കുകയാ ആ സമയത്താണ് മൂസാ നബി പറഞ്ഞു കൊടുത്തത് ഓർമ്മ വരുന്നത് ചീപ്പെടുക്കുന്ന സമയത്ത് കയ്യിലെ ചീപ്പും വെച്ചുകൊണ്ട് മാസിത ബീവി പറഞ്ഞു ബിസ്മില്ലാഹ് അല്ലാഹുവേ ഫിർഔനിന്റെ മകള് കേൾക്കുകയാ പിന്നെ പറയേണ്ട താമസമില്ലല്ലോ വാപ്പയുടെ ചെവിയിലെത്തുകയാണ് ഫിർഔനിന്റെ ചെവിയിലെത്തി കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് വെളിയിലെറിഞ്ഞോ അതിനേക്കാളും നാണക്കേടില്ലല്ലോ അതിനേക്കാളും നാണക്കേടില്ലല്ലോ മാസിത ബീവി അടുത്ത് വിളിച്ചിട്ട് ഫിർഔൻ ഒരുപാട് ഉപദേശിച്ചു തിരിച്ചു വരാ പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും മാസിത ബീവി മടങ്ങി വരുന്നില്ല അവസാനം നാട്ടുകാരറിഞ്ഞു തുടങ്ങി കളിയാക്കാൻ തുടങ്ങി ആൾക്കാര് പരിഹസിക്കാൻ തുടങ്ങി ഫിർഔന് കൊട്ടാരത്തിൽ യോഗം വിളിച്ചു എല്ലാ മന്ത്രിമാരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് ഈ ചർച്ച കിട്ടി വിഷയം ചർച്ചക്കിടുകയാ അവസാന ബൈക്ക് കണ്ടേന യോഗം ഒരു തീരുമാനമെടുത്തു ഇവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം അല്ലാഹുവേ ചെയ്തതെന്തെന്നറിയുമോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ് എന്നിട്ട് മാസിതാ ബീവി റളിയല്ലാഹു തആല തിളച്ചു പറയുന്ന എണ്ണ ചട്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടു ശത്രുക്കൾ ചോദിച്ചു മാസിതാ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് വരുവോ അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞിട്ട് വരുവോ മാസിത ബീവി പറഞ്ഞു എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ത് ചെയ്താലും എന്നെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാ കഴിയില്ല തിളച്ചു പറയുന്ന എണ്ണ കാടിച്ചിട്ട് ശത്രുക്കളെ പറഞ്ഞു മാസിത്ത ഇത് നിനക്കുള്ളതല്ല മാസിത്ത 7 വയസ്സുള്ള പൊന്നുമോളെ വലിച്ചിടച്ചു കൊണ്ട് വരികയാണ് നൊന്ത് പ്രസവിച്ച പൊന്നുമോള് 7 വയസ്സുള്ള പൊന്നുമോളെ തിളച്ചു പറയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് കൊട്ടി നിർത്തിയിട്ടു ശത്രുക്കള് ചോദിക്കുന്നു മാസിത്ത അള്ളാനെ വലിച്ചെറിയുവോ ഇസ്ലാമിനെ വലിച്ചെറിയുവോ എന്നിട്ട് പഴയ മതത്തിലേക്ക് തിരിച്ചു വന്നു ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ ഈ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ മാസിതാ ബീവി റളിയല്ലാഹു തആല 7 വയസ്സുള്ള പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുത്തു മോളെ എന്റെ പൊന്നുമോള് കരയല്ലേ
എന്റെ പൊന്നുമോള് കരയില്ലേ? നമ്മൾ സ്വർഗത്തിലാ മോള്. നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാ. എന്റെ പൊന്നുമോള് കരയില്ലേ? നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുകയാ. കണ്ണിന്റെ മുന്നിൽ കിടന്ന് പൊന്നാര മകളെ കരിയുകയാ. മരണപ്രാളത്തിൽ ശരീരം നൊന്തിട്ട് തീ കുണ്ടാരത്തിനകത്ത് കിടന്നിട്ട് വിളിച്ചു കൂവുകയാ. മാഷിത്ത ബീവിയുടെ കണ്ണ് നിറഞ്ഞില്ല. അല്ലാഹുവേ ചിരിച്ചു കൊണ്ടിരുന്നു. പൊന്നുമോള് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നത് അല്ലാഹുവേ കണ്ടുകൊണ്ട് നിൽക്കുകയാ. രണ്ടാമത്തെ മകളെയും കൊണ്ട് വന്നു. ഇതുപോലെ തികട്ട് ചോദിച്ച മാറ്റമുണ്ടോ മാസിത്ത? പെണ്ണേ, സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ഒരു വൃത്തികെട്ട പരിധി വെച്ച സാങ്കല്പിക കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകരോട് മേരാജിന്റെ രാത്രിയിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ചരിത്രമാ. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മാഷിത്ത ബീവി പതറിയില്ല. മാഷിത്ത ബീവി പതറിയില്ല. അല്ലാഹുവേ, മൂന്നാമത് കൊണ്ടുവന്നത് ആരെയും അറിയുവോ? സുബ്ഹാനല്ലാഹ്, 7 മാസം പ്രായമുള്ള കുഞ്ഞിനെയാ. തന്റെ മൂന്നാമത്തെ പൊന്നുമോ, ചോരയുടെ മണം മാറാത്ത പൊന്നുമോ, പാല് കൊടുത്ത് കൊതിരീരാത്ത പൊന്നുമോ, 7 മാസം പ്രായമുള്ള പൊന്നുമോ ആ ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരിച്ചു കളിക്കുന്ന തീയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കള് ചോദിച്ചു, മാസിത്ത നോക്ക് മാസിത്ത, നിന്റെ പൊന്നുമോനെയൊന്ന് നോക്ക് മാസിത്ത, ഇവനെയും നീ കൊന്നുകളയടോ, ഇവനെയും നീ കൊന്നുകളയടോ. മാസിത്ത ബീവി പതറുകയാ. കാരണം പൊന്നാര മകനല്ലേ, പ്രസവിച്ചിട്ട് 7 മാസമേ ആയുള്ളൂ. കണ്ടു കൊതിരീരാത്ത പൊന്നുമോ. അല്ലാഹുവേ, മാസിത്ത ബീവി നിന്ന് കരയുകയാണ്. പൊന്നുമോന്റെ മുഖത്ത് നോക്കാ കഴിയുന്നില്ല. അല്ലാഹുവേ നിന്ന് കരയുകയാണ്. എല്ലാരും വിചാരിച്ചു മാഷിത്ത ബീവി തോറ്റുപോയെന്ന്. ചുറ്റുഭാഗത്ത് നിന്നിട്ട് ശത്രുക്കളെ കളിയാക്കുകയാ. പാല് കുടിക്കുന്ന 7 മാസം പ്രായമുള്ള പൊന്നുമോ നോക്കുമ്പോ ഉമ്മ മാത്രം നിന്ന് കരയുകയാ. എല്ലാരും തന്റെ പെറ്റുമ്മാനെ കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ചിരിച്ചവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ പാല് കുടിക്കുന്ന പൊന്നുമോ കരയുന്ന ഉമ്മാനെ നോക്കിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ആ ഉമ്മ ഇക്തഹമീ. അല്ലാഹുവേ, പൊട്ടിക്കരന്നുകൊണ്ടിരുന്ന ഉമ്മയെ വിളിക്കുകയാ. 7 മാസം പ്രായമുള്ള, സംസാരിക്കാ പ്രായമാകാത്ത ആ പൊന്നുമോനവിടെന്ന് സംസാരിക്കുന്ന ഉമ്മ കരയല്ലേ. ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണുമ്മ, നമ്മളൊക്കെ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നവരാ. ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. നമ്മൾ സ്വർഗത്തിലാവുമ്മ. ഒന്ന് യാത്രയാക്കുമോ, ഒന്ന് ചിരിക്കുമ്മ. ഉമ്മാന്റെ ചിരി കണ്ടിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പറന്നു പോകട്ടെ. 7 മാസം പ്രായമുള്ള പൊന്നുപോലെ പറയുമ്പോ മാസത്തെ ബീവി പിന്നെയും നിന്ന് കരയുകയാ. പൊന്നുമോരുള്ള സ്നേഹത്തിന്റെ പേരിൽ കരയുകയാ. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്ന ഉമ്മ, ദുനിയാവിലെത്തി സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയും ഉമ്മ. പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാനുള്ള കഴിവ് നമുക്കില്ല ഉമ്മ. ഈ തിളച്ചു മറിയുന്ന എണ്ണയുടെ താഴെയാ സ്വർഗമിരിക്കുന്നത്. പറയേണ്ട താമസമുണ്ടല്ലോ. കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് ഓടി വന്ന് പൊന്നുപോലെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് 7 മാസം പ്രായമുള്ള പൊന്നാര മകനെയും യാത്രയാക്കുകയാ. 3 മക്കളും മരിച്ചു.
മാഷിത്ത ബീവി ഇങ്ങനെ നിൽക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ ഇറങ്ങി വരികയാണ്. ഫിർഔൻ ഇറങ്ങി വരികയാ. എന്നിട്ട് തന്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിനോട് പറഞ്ഞു, മാസിത്ത തോറ്റുപോയി മാസിത്ത, നിന്റെ ഈമാനിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് തോറ്റുപോയി മാസിത്ത. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? അനറബ്ബുകുമുൽ-അഅ്ലാ, ഞാനാണടോ റബ്ബെന്ന് പറഞ്ഞ, ഈ ലോകത്തിന്റെ അധിപൻ ഞാനാണെന്ന് പറഞ്ഞ ഫിർഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരി പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അതേ രക്തമാണ് നിന്റെ ശരീരത്തുകൂടെ ഓടുന്നത്, അതേ രക്തമാണ് നിന്റെ നരമ്പിലൂടെ ഓടുന്നത്. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനെന്ന് വിളിക്കുമ്പോ അള്ളാനെ മറക്കാൻ എങ്ങനെ കഴിയുന്ന മോള്? 5 നേരം നിസ്കരിച്ചവളല്ലേ, ജീവിതത്തിൽ ഒരിക്കലും ഖുർആൻ ഓതിയവളല്ലേ, മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹ് എന്ന് വിളിച്ചവളല്ലേ, എങ്ങനെ കഴിയുന്നടി? എങ്ങനെ കഴിയുന്ന പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാവോര്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാവോര്, ഒരിക്കൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടതാ ചെറുപ്പക്കാരാ. അങ്ങനെയാകണം പെങ്ങള്. മാഷിത്ത ബീവിയോട് ഫിർഔൻ ചോദിച്ചു, മാസിത്ത, എനിക്ക് നിന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്തായാലും നിന്നെ കൊല്ലാൻ പോവുകയാ, നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാ, അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ, വല്ല ആഗ്രഹവുമുണ്ടോ? ജിബ്രീൽ പറയുന്ന, യാ റസൂലല്ലാഹ്, ആ സമയത്ത് മാഷിത്ത ബീവി പറഞ്ഞു, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്. എന്തേ എന്റെ ആഗ്രഹമെന്നറിയുമോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ, എന്നെ കുഴിച്ചിടുന്ന അരേ കുഴിക്കകത്ത് ഈ കിടക്കുന്ന 3 മക്കളെയും എന്റെ കൂടെ തന്നെയൊന്ന് കബറടക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്ന, യാ റസൂലല്ലാഹ്, ആ ഉമ്മയുടെയും മക്കളുടെയും ഖബറാ നബിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തല്ലോ. അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചിറപ്പിന്റെ പുറംകാലുകൊണ്ട് തട്ടികെട്ട് കറങ്ങിപ്പോകല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമ്മളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാ, നമ്മളൊക്കെ അല്ലാഹുവിനെ കുറിച്ച് ജീവിക്കുന്നവരാ, പടച്ചിറപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. അതുകൊണ്ട് പൊന്നുമോരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ, പടച്ചിറപ്പ് ഒരു ഭാര്യയും ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ, പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ഖുറൈശികളുടെ ആനരെയും പെണ്ണിനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. ആരെയും അറിയുവോ? മഹ്ദി സുമയ്യ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാസിർ റളിയല്ലാഹു തആല അൻഹു, 2 പേരെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവേ, റസൂലുള്ളാഹിയും മഹാനായ ഉസ്മാൻ തങ്ങളും നടന്നു പോകുമ്പോ 2 കയ്യും കാലും കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. റസൂൽ ഉസ്മാൻ തങ്ങൾ നോക്കുമ്പോ കയ്യും കാലും കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്ത് കീഴായി കെട്ടിയിട്ടിരിക്കുന്നു. പച്ചയിറച്ചി ഇങ്ങനെ കരിയുകയാണ്. തന്റെ ഭർത്താവ് ഇങ്ങനെ മരണപ്രാളത്തിൽ കിടന്ന് കരയുമ്പോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് കരിയുമ്പോ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് തെള്ളി വെളിയിലേക്കിട്ടു. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞ് മരണപ്രാളത്തിൽ കിടന്ന് അവസാനം ഇങ്ങനെ കരയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് കടന്നു വന്നു. യാസിർ ചോദിച്ചു, യാ റസൂലല്ലാഹ്,
ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും സ്വർഗ്ഗത്തിലാ. സുബയ്യ ബീവി റളിയല്ലാഹു തആല ഇത് കേൾക്കേണ്ട താമസം മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ സ്വർഗ്ഗത്തിലാ, തോറ്റുകൊടുക്കല്ലേ. അല്ലാഹു അഹദ് പടച്ചവനാണ് വലിയവന്, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ എന്ന് ഭർത്താവിന് ധൈര്യം കൊടുക്കുമ്പോ അബൂജഹല് കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കി വയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. അല്ലാഹുവേ, പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലേക്ക് കമന്നു വീണു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് സുമയ്യ അപ്പോഴും പറഞ്ഞു, യാസിറേ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളായ യാസിറേ, അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. ഭർത്താവിന് ധൈര്യം കൊടുക്കുന്ന ഭാര്യയെ കണ്ടപ്പോ അബൂജഹൽ കാലെടുത്തിട്ട് സുമയ്യയുടെ കഴുത്തിൽ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തി. അപ്പോഴും പറഞ്ഞു, നമ്മൾ മുസ്ലിമീങ്ങളാ. പിന്നെയും ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ കുത്തിയ കമ്പി അങ്ങോട്ട് വലിച്ചൂരിയിട്ട് പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ആ കമ്പി തന്റെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കിയപ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ആ പാരമ്പര്യമാ മക്കളെ നമുക്കുള്ളത്, ആ പാരമ്പര്യമാ നമുക്കുള്ളത്. അതേ രക്തമാണ് നമ്മുടെ നരമ്പത്തിൽ, നമ്മുടെ നരമ്പിലും ഓടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, സ്വന്തം ഉമ്മാനെ ചതിക്കല്ലേ, പോറ്റി വളർത്തിയ വാപ്പയെ ചതിക്കല്ലേ. നിനക്കൊരു ജീവിതം തന്നവനെ മറന്നിട്ട് കണ്ടവന്റെ കൂടെ ഓടല്ലേ. ഓടിയാ നിന്റെ അവസാനം വളരെ മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ